ശംഖുമായി നിൽക്കുന്ന വനപാലകരെയോ പടക്കം പൊട്ടിക്കുന്ന ആൾക്കൂട്ടത്തെയോ അവൻ കണ്ടില്ല. വേദനയൊലിപ്പിച്ച് വീഴാൻ തുടങ്ങിയ ചെങ്ങാതിയിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അവശനായ ചെങ്ങാതി പുഴയിലിറങ്ങിയപ്പോൾ കുത്തൊഴുക്കിൽ അടിതെറ്റി വീഴാതിരിക്കാൻ അവൻ കൂട്ടുനടന്നു. മയക്കുവെടിയേറ്റ കൂട്ടുകാരനെ തുമ്പിക്കൈ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിച്ചു. വേച്ചു വീഴാൻ തുടങ്ങിയപ്പോൾ മസ്തിഷ്കം മുട്ടിച്ചുവെച്ചു താങ്ങി നിർത്തി. ഒടുവിൽ കൂട്ടുകാരന് അനക്കമില്ലെന്ന് കണ്ടപ്പോൾ തട്ടി ഉണർത്തുവാനും ശ്രമം. ആതിരപ്പള്ളിയില് കാട്ടുകൊമ്പന്റെ രക്ഷാദൗത്യത്തിനിടെ കണ്ട അപൂർവ സ്നേഹക്കാഴ്ച ദൗത്യസംഘത്തിനടക്കം കണ്ണു നനയിക്കുന്ന അനുഭവമായി മാറി. മുറിവേറ്റ ആനയ്ക്ക് താങ്ങും തണലുമായി നിന്നത് നാട്ടുകാർ സ്നേഹത്തോടെ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന കാട്ടുകൊമ്പൻ. ആനക്കൂട്ടങ്ങൾക്കിടയിലെ പലതരം സങ്കട കാഴ്ചകൾക്ക് സാക്ഷിയായ മുതിർന്ന വനം ഉദ്യോഗസ്ഥർ പോലും ഇത്തരത്തിലൊരു കാഴ്ച ആദ്യമായി കാണുകയായിരുന്നു. ആന മയങ്ങാൻ തുടങ്ങിയതോടെ അതുവരെ പരസ്പരം നടത്തിയിരുന്ന സ്നേഹപ്രകടനങ്ങൾ പൊടുന്നിനെ നിലച്ചു. കൂട്ടുകാരന് അനക്കമില്ലെന്ന് കണ്ടപ്പോൾ പാതിബോധത്തിൽ നിന്നും തട്ടിയുണർത്താൻ ഗണപതി ശ്രമിക്കുന്നതിനിടെ കൊമ്പൻ മറിഞ്ഞു വീണു. ഇതോടെ ദൗത്യസംഘം വെടിയുതിർത്തും പടക്കം പൊട്ടിച്ചും ഗണപതിയെ കൊമ്പനിൽ നിന്നകറ്റി. പലവട്ടം തിരിഞ്ഞുനോക്കി വേദനയോടെ കാട് കയറിയ ഗണപതി അറിഞ്ഞോ അറിയാതെയോ ദൗത്യത്തിൽ പങ്കാളിയായി. മുറിവേറ്റ കൊമ്പനൊപ്പം പുഴ കടന്നതും കരകയറിയ ശേഷമുള്ള സഞ്ചാര രീതിയും സൂചിപ്പിക്കുന്നത് ചെങ്ങാതിയുടെ ജീവന് തുണിയായി നിൽക്കാൻ കാണിച്ച വെമ്പലാകാം ഗണപതിയുടെ പ്രവൃത്തികളെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിൽ 8 ഡോക്ടർമാർ അടങ്ങുന്ന സംഘമാണ് രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തത്. DFO ആർ ലക്ഷ്മി, റേഞ്ച് ഓഫീസർമാരായ ഗ്രീഷ്മ ജനാർദ്ദനൻ, രാജേഷ്, VB അഖിൽ എന്നിവരാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത്.